കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ചില കോൺഗ്രസ് നേതാക്കൾ കരയുന്നത് കണ്ടു. പാവങ്ങളുടെ കണ്ണീരാണ് ഇവിടെ വീഴുന്നതെന്നും പെൻഷൻ കുടിശ്ശികയാക്കിയ പിണറായി വിജയനോട് ദൈവം പോലും പൊറുക്കില്ലെന്നുമൊക്കെയാണ് അവരുടെ രോദനം. അല്ലെങ്കിലും അവരല്ലാതെ വേറെ ആരാണ് ഇതേപ്പറ്റി പറയാൻ ഇത്രത്തോളം യോഗ്യർ? 2016-ൽ കോൺഗ്രസ് സർക്കാർ അധികാരം ഒഴിയുമ്പോൾ എത്ര രൂപയായിരുന്നു ക്ഷേമ പെൻഷനെന്നും എത്ര മാസത്തേതായിരുന്നു കുടിശ്ശികയെന്നുമൊക്കെ ഇനിയും ആവർത്തിക്കേണ്ടതില്ലല്ലോ. അന്നത്തെ ആ കുടിശ്ശികയ്ക്ക് ലഭിച്ച ശിക്ഷയാണ് പിന്നീട് ഇതുവരെ അധികാരത്തിലെത്താൻ കഴിയാതെ പോയതിന്റെ കാരണമെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ വിശ്വസിച്ചു പോയാൽ ഞാൻ എന്തായാലും അവരെ കുറ്റം പറയേയില്ല. കാരണം ക്ഷേമ പെൻഷൻ എന്നത് സമൂഹത്തിൽ താങ്ങും തണലും ആവശ്യമുള്ളവർക്ക് സർക്കാർ നൽകുന്ന സഹായമാണ്. എല്ലാ കാലത്തും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തിന് അതങ്ങനെ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് പെൻഷൻ തുക 1600 രൂപയാക്കി ഉയർത്തിയത്. UDF കൊടുത്തിരുന്നതിന്റെ ഇരട്ടിയിലേറെ രൂപയാണിത്. ഉമ്മൻചാണ്ടി വരുത്തിവെച്ച കുടിശ്ശിക ഉൾപ്പെടെയാണ് പിണറായി വിജയൻ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ വിതരണം ചെയ്യേണ്ടി വന്നത്. അതിനൊക്കെ പണം കണ്ടെത്താനാണ് പ്രത്യേക കമ്പനി രൂപീകരിച്ചത്. പിണറായി വിജയൻ സർക്കാരിന്റെ 8 വർഷക്കാലത്തിൽ അവസാനത്തെ 6 മാസം മാത്രമാണ് പെൻഷൻ വിതരണത്തിൽ ചെറിയ കുടിശ്ശിക വന്നത്. അതും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം. ആ തുകയും ഏത് വിധേനയും സർക്കാർ കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് കൊടുക്കുക തന്നെ ചെയ്യും. 62 ലക്ഷത്തിലധികം പേർക്കാണ് കേരള സർക്കാർ ക്ഷേമ പെൻഷൻ നൽകുന്നത്. അതിൽ 10% പേർക്ക് ചെറിയ കേന്ദ്ര വിഹിതം ഉൾപ്പെട്ടിട്ടുണ്ട്. വിവിധ പെൻഷനുകൾക്ക് അത് 200 രൂപ മുതൽ 500 രൂപ വരെ മാത്രമാണ്. 1600 രൂപ വീതം 60 ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ നൽകാൻ മാസം ഏതാണ്ട് 900 കോടി രൂപ വേണം. ഒരു വർഷം ഏതാണ്ട് 11,000 കോടി രൂപ. അതിൽ കേന്ദ്ര വിഹിതം വെറും 200 കോടി രൂപ. 11,000-ന്റെ 2% പോലും വരില്ല ഇതെന്ന് ഓർക്കണം. അതുപോലും 2021 ജനുവരി മുതൽ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നുമില്ല. കേരള സർക്കാർ പെൻഷൻ കൊടുത്തു. കഴിഞ്ഞ ജൂൺ വരെയുള്ള കേന്ദ്ര വിഹിതം ഒക്ടോബറിൽ തന്നെങ്കിലും അതിനുശേഷമുള്ള മാസങ്ങളിലെ തുക ഇപ്പോഴും കേന്ദ്രം നൽകിയിട്ടില്ല. എന്ന് നൽകുമെന്നിട്ട് അറിയുമില്ല. പെൻഷൻ പദ്ധതിക്കിട്ട് ചിലർ തുരങ്കം വെച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതിരുന്ന കോൺഗ്രസുകാരാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, 8 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളപ്പോഴാണ് ഈസ്റ്ററും വിഷുവും പെരുന്നാളും പ്രമാണിച്ച് 3 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ബാക്കി തുകയും ഏത് വിധേനയും കൊടുക്കുക തന്നെ ചെയ്യും. അതിനെ ചൊല്ലി കരയാൻ 600 രൂപ വീതം 1.5 വർഷക്കാലം കുടിശ്ശികയാക്കിയവർക്ക് എന്ത് യോഗ്യതയാണെന്ന് മാത്രം ചോദിക്കുന്നില്ല. കാരണം ക്ഷേമ പെൻഷന്റെ ചരിത്രമൊക്കെ നിങ്ങൾ മറന്നാലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മറക്കില്ല.